യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് തോന്നിയാൽ പിന്തിരിഞ്ഞു പോരാം എന്നല്ല, പിന്തിരിഞ്ഞു പോരണം എന്നാ നിയമം. വെറുതെ മരിക്കാൻ വേണ്ടി നിന്നൊടുക്കാനൊന്നും പറ്റൂല. രണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാമിക നിയമപ്രകാരം യുദ്ധം ചെയ്യുകയാണെങ്കിൽ രണ്ട് ശത്രുവിന് ഒരു മിത്രം എന്ന തോതിലുണ്ടെങ്കിൽ മാത്രമാണ് യുദ്ധം ചെയ്യേണ്ടത്. 1000 പടയാളികൾ അപ്പുറത്തുണ്ടെങ്കിൽ 500 പടയാളികളോ അതിൽ കൂടുതലോ ഇപ്പുറത്തുണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യേണ്ടതുള്ളൂ. അതിന്റെ എന്നാൽ തന്നെ പരാജയത്തിന്റെ സാധ്യതയാണെങ്കിൽ നിന്നൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് യുദ്ധത്തിന്റെ നിയമം. പക്ഷേ ഒരു പ്രത്യേകത, നബിതങ്ങൾക്ക് മാത്രം പോരാൻ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് യുദ്ധത്തിൽ എല്ലാരും പോന്നില്ലേ? എല്ലാരും പോന്നപ്പോ എന്തുണ്ടായി? നബിതങ്ങൾ കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി മുന്നിക്കണ പോയി. എന്തേ? നബിതങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. എന്താ കാരണം? അതുമിൻ ഖസായിസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് പിന്തിരിയാൻ പാടില്ല. ഇങ്ങനെ എല്ലാ പ്രത്യേകതയും പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്യാണം കഴിക്കാം എന്നത് മാത്രമല്ല, ത്വലാഖ് ചൊല്ലാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. വിവാഹമോചനം നടത്താൻ വേണ്ടി ഒരുങ്ങിയപ്പോ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ ആ പണി നിങ്ങൾക്ക് പറ്റിയതല്ല, ത്വലാഖെല്ലാം പാടില്ലായിരുന്നു, നിങ്ങൾക്കത് ഹലാലല്ല. അപ്പൊ വിവാഹം ചെയ്യാൻ പാടുണ്ട് എന്ന് മാത്രമല്ല, ത്വലാഖെല്ലാം പാടില്ല എന്നുള്ള നിയമമുണ്ട്. കൊണ്ടടക്കണം മരിക്കോളം, മരണത്തിന് ശേഷവും. അതന്നെ എന്താ കാര്യം? അത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. ഇങ്ങനെ എല്ലാ പ്രത്യേകതയും മനസ്സിലാക്കിയാലാണ് നമുക്ക് ഈ കാര്യം ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം ഏറെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. നബി തങ്ങളുടെ ആദ്യത്തെ ഭാര്യയാണ് സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ. കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ജീവിതം. കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഖദീജ ബീവിയും നബി തങ്ങളും തമ്മിലുള്ള ജീവിതം എന്ന് പറഞ്ഞാല് 25-ാമത്തെ വയസ്സ് നബി തങ്ങൾക്ക്, 40-ാമത്തെ വയസ്സ് ഖദീജ ബീവിക്ക്. അവർ തമ്മിൽ വിവാഹിതരായി. ഈ ഖദീജ ബീവിയും നബിയും തമ്മിലുള്ള വിവാഹം എന്തോ മരം ചുറ്റിയ പ്രേമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലാണ് മാപ്പിളപ്പാട്ടുകളായിട്ടുള്ളത്. ഖദീജാബിനെ പറ്റി കുറെ മാപ്പിളപ്പാട്ടുണ്ട്. ഒക്കെ കേട്ടാ തോന്നും സംഗതി ലൈന തോന്നുന്നുണ്ട് എന്ന്. നഊദുബില്ലാ, അല്ലാഹു കാക്കട്ടെ. സത്യത്തില് ഖദീജാബിയും നബി തങ്ങളും തമ്മിലുള്ള സംഗതി അതല്ല. അത് നമ്മളത് ശരിക്കും പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. എന്താ അറിയോ? ഖദീജ ബീവിയുടെ അമ്മാവനോ അല്ലെങ്കിൽ എളാപ്പ മൂത്താപ്പ മക്കളിലുള്ള സഹോദരനോ ആണ് വറഖത്ത് ബിനു നൗഫൽ എന്ന് പറയുന്ന ആള്. പൂർവകാല വേദങ്ങൾ പഠിച്ച, മക്കയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന പ്രായം ചെന്ന ഒരു പണ്ഡിത പുരോഹിതനാണ് വറഖത്ത് ബിനു നൗഫൽ. ഖദീജ ബീവി വറഖത്ത് ബിനു നൗഫലിനെ എപ്പോഴും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യൽ പതിവുണ്ട്. ഒരിക്കൽ വറഖത്ത് ബിനു നൗഫൽ ഖദീജയോട് പറഞ്ഞു, ഖദീജ, അവസാന പ്രവാചകൻ നമ്മുടെ നാടായ മക്കയിലാണ് വരുന്നത്. അദ്ദേഹം ജനിക്കാൻ സമയമായിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇപ്പോൾ ഭൂജാതനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് ജോലിക്കാരുണ്ട്, ഇഷ്ടം പോലെ സമ്പത്തുമുണ്ട്. തന്റെ ജോലിക്കാരെയും സമ്പത്തും ഉപയോഗപ്പെടുത്തി മക്കയിൽ നബിയാകാൻ പറ്റിയ ആരാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ളത് എന്ന് പരിശോധിച്ചു. ഓരോരുത്തരെ പറ്റിയിട്ടും പരിശോധിച്ചു. അപ്പൊ ഇങ്ങനെ നോക്കി, അബൂജഹലിനെ പറ്റോ? പറ്റൂല. അബൂ സുഫിയാനെ പറ്റോ? ഒരിക്കലും പറ്റൂല. ഇക്രിമനെ പറ്റോ? അടുപ്പിക്കാൻ പറ്റൂല. അബൂബൈദിനെ പറ്റോ? പറ്റൂല. പിന്നെ ആരെ ഇവിടെ പറ്റ? അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെ പറ്റുന്ന മനസ്സിലായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാട്ടിൽ നബിയാൻ പറ്റിയ ഒരാളാണുള്ളത്, അത് അബ്ദുള്ളാന്റെ മകൻ മുഹമ്മദാണ്. ഇത് ഖദീജ ബീവി മനസ്സിലാക്കിയപ്പോ ഉറപ്പുവരുത്താൻ തീരുമാനിച്ചു. അങ്ങനെ എങ്ങനെ ഇപ്പൊ ഉറപ്പുവരുത്താന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോ ഒരു ദിവസം
അബൂ ത്വാലിബിനെ കണ്ടു. നബി തങ്ങളുടെ മൂത്താപ്പ അബൂ ത്വാലിബിനെ കണ്ടു. അബൂ ത്വാലിബിനോട് പറഞ്ഞു, ഞാനേ കച്ചവടത്തിന് ഒരുപാട് ആൾക്കാരെ പറഞ്ഞേക്കലുണ്ട്, നിങ്ങളെ അഞ്ചന്റെ മകൻ മുഹമ്മദ് ഉണ്ടല്ലോ അവിടെ, ഒന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പറഞ്ഞേക്കുകയാണെങ്കിൽ 2 പുരുഷന്റെ കൂലി കൊടുക്കാം എന്ന് പറഞ്ഞു. ആണുങ്ങൾക്ക് വേറെ കൂലിയും പെണ്ണുങ്ങൾക്ക് വേറെ കൂലിയാണ് അന്നുള്ളത്. 2 ആണുങ്ങളെ കൂലി കൊടുക്കാറ്. അബൂ താലിബ് വീട്ടിൽ ചെന്നിട്ട് നബിനോട് പറഞ്ഞു, മോനെ ഖദീജ കച്ചവടത്തിന് കുറെ ആൾക്കാരൊക്കെ പറഞ്ഞ് ബക്കറ്റ് വരുമില്ലേ, കുറച്ച് കഴിഞ്ഞോ, കുറച്ച് കഴിഞ്ഞാൽ ക്ലാസ് ചെയ്യും, അത് വിരിച്ചോളി, നടത്തിക്കോളും, ബക്കറ്റ് വരി നടത്തിക്കോളും, എല്ലാവരും പൈസ എടുക്കണം കേട്ടോ, കൊടുക്കിട്ടോ കാര്യമായിട്ട്. അപ്പൊ എന്ത് ചെയ്തു, പിന്നെ ഖദീജ ബീവി അബൂ താലിബിനോട് പറഞ്ഞു, മുഹമ്മദിനെ പറഞ്ഞേക്കാണെങ്കിൽ 2 പുരുഷന്റെ കൂലി കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അബൂ താലിബ് വീട്ടിൽ ചെന്നിട്ട് നബിനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, പറ്റാണെങ്കിൽ ഒന്ന് പോയൊക്കെ എന്തേലൊക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ സമ്മതിച്ചിട്ട് വരികയാണ്. അപ്പൊ ഖദീജ ബീവി വീടിന്റെ മേലെ നിന്നിട്ട് ഇങ്ങനെ നബി തങ്ങൾ വരുന്നത് കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇന്റർവ്യൂ ഒന്നുമില്ലാതെ വേഗത്തിൽ സെലക്ഷൻ കൊടുത്തു, എളുപ്പം സെലക്ഷൻ കൊടുത്തു. അങ്ങനെ കച്ചവടത്തിന് പുറപ്പെടുമ്പോ പിരിച്ചോളി, പൈസ എടുക്കുക, എല്ലാവരും ഇടിക്ക്, പൈസ എടുത്ത് കൈ പിടിക്ക്. പൈസ എടുക്കണ ഗ്യാപ്പിൽ ഞാൻ ലേശം വെള്ളം കുടിച്ചട്ടെ. ഒരു വെള്ളം കൊടുത്തോട്ടെ, വെള്ളം മേടിച്ചോളി. ലാസ്റ്റ് ഒന്നല്ല, അല്ലാതെ പറയട്ടെ. അപ്പൊ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ അബൂ താലിബിനോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ സെലക്ഷൻ കൊടുത്തു. പോണ സമയത്ത് കൂടെ ഒരു അടിമയെ ഏർപ്പാട് ചെയ്തു. മൈസറത്ത് എന്ന ഒരു അടിമയെ ഏർപ്പാട് ചെയ്തു. നാളെ ഞാന് കുറച്ച് കുട്ടികളോട് ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോ അവരോട് ചോദിച്ചു, ഈ മൈസറത്ത് ആണാ പെണ്ണാന്ന് ചോദിച്ചു. അപ്പൊ ഓല് പറഞ്ഞു ആണാണ്. മൈസറത്ത് ആണാ പെണ്ണാന്ന് ചോദിച്ചപ്പോളേ, ഇതൊക്കെ ആ വെള്ളം കൊടുക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്, വേഗം കൊടുക്കി, നിങ്ങളെന്താ ഉഷാറില്ലാത്ത. അപ്പൊ കുട്ടിയോട് ചോദിച്ചു മൈസറത്താണാ പെണ്ണാന്ന്. വേണമെങ്കിൽ നമുക്ക് അടുത്ത റബീഉൽ അവ്വലിൽ കിസ്സിനൊക്കെ ചോദിക്കാൻ പറ്റും. ഏത് കിസ്? നല്ല കിസ് കേട്ടോ, ആളെ കളിയാക്കണ കിസ്സല്ല. ആളെ കളിയാക്കണ കിസ് ഉണ്ട്. അതെന്താ? ഒരു 25 ചോദ്യം ഉണ്ടാക്കി കൊടുക്കുക. ഖുർആനിൽ എത്ര അക്ഷരങ്ങളാണുള്ളത്, മീമില്ലാത്ത സൂറത്ത് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. എന്നിട്ട് പിന്നെ പെണ്ണുങ്ങൾ ആ കടലാസും കയ്യിൽ പിടിച്ചിട്ട് എല്ലാ വേദവരണ മൂല്യന്മാർക്കും വിളിക്കുക, ഉസ്താദേ ഖുർആനിൽ എത്ര അക്ഷരാണ് ഉസ്താദേ എന്ന് പറഞ്ഞേരി. അങ്ങനത്തെ കിസ്സല്ല കേട്ടോ, അതൊക്കെ ഒരാളെ കളിയാക്കണ പരിപാടിയാണ്. എന്താളെ കളിയാക്കല്? വലിയ വലിയ മുദരിസുമാര്, അങ്ങനെ സമൂഹത്തിൽ സ്ഥാനവും മാനവും ഉള്ള വലിയ ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടിയാണത്. പോലെ ഇങ്ങനെ ഖുർആനിലെ അക്ഷരം എണ്ണിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ, ചോദിക്കുമ്പോ പറഞ്ഞുതരാൻ. വലിയ വിവരമുള്ള മനുഷ്യന്മാരോ ഒന്നും അല്ലാതാക്കുക. ഈ ചോദ്യം ഉണ്ടാക്കിയ ആളൊക്കെ ആകെ 25 ചോദ്യം മാത്രം, അതിന്റെ ഉത്തരവും അയാൾക്കറിയണ്ട, അതിന്റെ ചോദ്യം മാത്രം അറിഞ്ഞാൽ മതി. എന്നിട്ട് ഇങ്ങനെ കുറെ ആൾക്കാരും അങ്ങനത്തെ കിസ് എന്ന് പറഞ്ഞാല് ശരിക്ക് ഒന്നുകിൽ എന്ത് വേണം, ഒന്നുകിൽ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പുസ്തകം എന്തെങ്കിലും കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം ആദ്യം കൊടുക്കണം, എന്നിട്ട് അതിന്ന് ചോദിക്കണം. അല്ലെങ്കിൽ പിന്നെ സ്പോട്ട് കിസ് നടത്തണം. അതായത് വന്നിരുന്നിട്ട് അപ്പൊ തന്നെ ചോദ്യം അപ്പൊ തന്നെ ഉത്തരം. അല്ലാതെ നാട്ടിലുള്ള മൂല്യന്മാർക്ക് മൊത്തം ഫോൺ ചെയ്യാനുള്ള അവസരം ഒന്നും കൊടുക്കരുത്.
ഇങ്ങനെ ആളെ കളിയാക്കാത്ത ക്രിസ്ത്യന് ചോദ്യാക്കാൻ പറ്റും ഏത് മൈസറത്താണാ പെണ്ണാ. അപ്പൊ ഓലെന്ത് പറഞ്ഞു? ഓല് ആണാണ് എന്ന് പറഞ്ഞു കുട്ടികള്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ആണാ പെണ്ണാ മൈസറത്ത്? ചോദിക്കണ് കേൾക്കുമ്പോ എന്തോ ഒരു കെണി ഉണ്ട് എന്ന് മനസ്സിലാവുമല്ലോ അല്ലെ? അതുകൊണ്ട് കെണി ഉള്ളതുകൊണ്ട് പെണ്ണയിക്കാരം അല്ലേ? അല്ലെങ്കിൽ ആണായിരുന്നു. ഞങ്ങളോട് ചോദിക്കണില്ല, മറുപടിയൊക്കെ ഞാൻ തന്നെ പറയും. എന്തായാലും മൈസറത്ത് എന്ന് പറഞ്ഞത് ആണാണ്, പെണ്ണല്ല. ലമ്രത്ത് എന്ന് പറഞ്ഞത് ആണല്ലോ, ഹംസത്ത് ആണാണല്ലോ. താ ഉള്ളതുകൊണ്ട് പെണ്ണയിക്കോണമെന്നില്ല. അവസാനം ഒരു താ ഉള്ളതുകൊണ്ട് തോന്നിയതാണ് പെണ്ണാണ് എന്ന സംഗതി. ആണാണ് മൈസറത്ത്. എന്തായാലും മൈസറത്തിനെ ഏർപ്പാട് ചെയ്തു. ചില ആൾക്കാർ പറയലുണ്ട് മൈസറത്ത് എന്ന അടിമ സ്ത്രീയെ ഏർപ്പാട് ചെയ്തു എന്നൊക്കെ. മൈസറത്ത് അടിമയാണ്, സ്ത്രീയല്ല, അടിമയായ പുരുഷന്. മൈസറത്തിന് എന്താ ജോലി? കച്ചവടമല്ല. കച്ചവടത്തിന് സ്ഥിരം പോണ ആൾക്കാരുണ്ട്. ഒരു കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ 40 ഒട്ടകങ്ങളാണ് ഉണ്ടാവുക. 40 ഒട്ടകപ്പുറത്ത് സ്ഥിരമായി പോകുന്ന 40 ആളുകൾ ഓൾറെഡി ഉണ്ട്. നബി തങ്ങൾക്ക് എന്താ ജോലി സല്ലല്ലാഹു അലൈഹി വസല്ലം? കച്ചവടം ചെയ്യലല്ല, കച്ചവടത്തിന് നേതൃത്വം കൊടുക്കൽ മാത്രം. ഐഡിയ മാത്രം പറഞ്ഞാൽ മതി. കച്ചവടം സ്ഥിരം ചെയ്യുന്ന ആൾക്കാർ ചെയ്യും. മൈസറത്തിന് എന്താ ജോലി? മൈസറത്തിന് കച്ചവടമല്ല, മൈസറത്തിന് നബിനെ നോക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നോക്കേണ്ടത്? യാത്രയിൽ എന്തെങ്കിലും അത്ഭുതങ്ങളുണ്ടോ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രഹസ്യവും പരസ്യവുമായ കാര്യങ്ങളെ വീക്ഷണം നടത്തി കച്ചവട യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നാൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഖദീജ ബീവിയോട് പറഞ്ഞു കൊടുക്കണം. അതാണ് തീരുമാനം. അങ്ങനെ പോയി. യാത്രയിൽ അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ. മേഘങ്ങൾ നിഴലിട്ട് കൊടുക്കുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നതിനനുസരിച്ച് മേഘം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഞാൻ നിങ്ങളോടൊരു വസ്തുത പറയാം. ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈമാൻ കുറഞ്ഞു വരിക. യുക്തിവാദം, നിരീശ്വരവാദം, ലിബറലിസം, സർവസത്യവാദം, ബിദ്അത്ത്, ഇങ്ങനെ ഈമാൻ കുറഞ്ഞു വരിക. ഇതിനൊക്കെ ഒറ്റ അടിസ്ഥാനം മാത്രമേ ഉള്ളൂ: മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ പഴയ ആൾക്കാര്, പഴമക്കാരായ ആൾക്കാര് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക റബീഉൽ അവ്വൽ 12-നാണ്. പണ്ട് അങ്ങനെയാണ്. വലിയൊരുനാളിനേക്കാൾ, ചെറിയൊരുനാളിനേക്കാൾ, ബദരീങ്ങളാണ്ടിനേക്കാൾ, മജ്ലിസുൻ നൂറിന്റെ വാർഷികത്തെക്കാൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കല് റബീഉൽ അവ്വൽ 12-നാണ്. റബീഉൽ അവ്വൽ 12 ആയാല് നബിദിന പരിപാടി ഇങ്ങനെ നടക്കുമ്പോ പൂർവ്വ വിദ്യാർത്ഥികൾ സദർ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഉസ്താദെ, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവോ? അപ്പൊ സംഗതി ഇങ്ങനെ കയറണേ. രാവിലെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവും. പോരായിട്ട് വൈകുന്നേരം ഓല വക ഒരു വാഹനജാഥ വേറെ ഉണ്ടാവും. രാവിലെ കുട്ടികളെ യാത്ര ഉണ്ടാവും. അങ്ങനെ ഇഷ്ക്, നബിതങ്ങോടുള്ള മഹബത്ത് ഇങ്ങനെ കയറും. അങ്ങനെ കുട്ടികളെ നബിദിന പരിപാടിയൊക്കെ ഇങ്ങനെ കാണുമ്പോ നല്ല കയറും. അപ്പൊ സദറുസ്താദ് ചോദിക്കും, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവുമോ? അപ്പൊ സദറുസ്താദ് കുട്ടികളെ നബിദിന പരിപാടിയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം ഒരു 40 മിനിറ്റ് ബാക്കിയാക്കിയിട്ട് അനൗൺസ് ചെയ്യും, ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ്. അതിലാണ്ട് കയറിയിട്ട് ഹക്കാന കോന മറൽ മക്കാവ് വിട്ട നബി പക്ക മദീന തണവായി ആരേതും എത്തിടുക ഈരാറോ മൊത്ത് ഷഹർ ബാറാൽ പൊറുത്ത പിറകേ. അപ്പൊ ഗൾഫിൽ നിന്ന് ലീവിന് വന്ന കുട്ടികളുണ്ടാവും. ഓല് കീശയ്ക്ക് ഇങ്ങനെ നോക്കും, 500-ന്റെ നോട്ട്. എന്താപ്പത് കീശയിൽ വെച്ചിട്ട് കാര്യം എടുത്തെങ്ങാണ്ട് കവറിലിട്ടിട്ടാണ് കൊടുക്കും. ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കല് റബീഉൽ അവ്വൽ 12-നാണ്. മുഹറം മാസായാല് ഉസ്താദുമാര് തുടങ്ങും നബിദിന പരിപാടി, കുട്ടികൾക്ക് പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും. അതേ മുഹറം മാസായാൽ തുടങ്ങും മുഹമ്മദ് അദ്ദേഹം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു, മൗലിദ് ശിർക്ക് തന്നെയാണ്.
ഇതാണ് ഈമാൻ പറഞ്ഞ സാധനം. മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവാണ് ഈമാന്റെ നഷ്ടം. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഇമാമാണോ നബി തങ്ങളെ പരിചയപ്പെടുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതൊരു കാര്യം കൂടിയും പറയാം. പുതിയ തലമുറയുടെ ബുദ്ധി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ലഹരിയിൽ നിന്ന് ഒഴിവാക്കപ്പെടണം. പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, പരിഹാരം പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ലഹരിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ മാത്രമേ ബുദ്ധി സംരക്ഷിക്കപ്പെടുള്ളൂ. ലഹരി ബുദ്ധിയെയാണ് ബാധിക്കുന്നത്, മനുഷ്യന്റെ ബുദ്ധിയെ ബാധിക്കുന്നതാണത്. പഴയ കാലവും പുതിയ കാലവും ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ ഒരുക്ക കള്ളുടിച്ചതുകൊണ്ട് കള്ളുടിയാനാവൂല. കുറേ വട്ടം കുടിച്ചാൽ ആൾക്കാർ പറയും ഓൻ കള്ളുടിയനാണ്. പിന്നെ പണ്ടൊക്കെ കള്ളുടിയന്മാരെ അറിയാൻ അടയാളം ഉണ്ടായിരുന്നു, ആ അടയാളമൊന്നും ഒന്നുമില്ല. പണ്ടൊക്കെ കള്ളുടിച്ച അങ്ങനെ ആടുമല്ലോ, WWW അങ്ങനെ. ഇന്നിപ്പോ ആട്ടം നിർത്തിയിരിക്കുന്നു, ആട്ടമില്ല. മുമ്പ് കള്ളുടിച്ചാൽ കണ്ണ് ചോക്കും, ഇപ്പൊ കണ്ണ് ചോക്കൂല. അതിന് പകരം കള്ളുചാപ്പ് തന്നെ കണ്ണിലൊറ്റിക്കള്ള മരുന്നുണ്ട്, അത് ഒറ്റിച്ചാ മതി. മുമ്പ് നമ്മളെ നാട്ടിലൊക്കെ ഈ കരിഞ്ചന്തയില് മണ്ണെണ്ണ വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീല മണ്ണെണ്ണ വന്നല്ലോ. അപ്പൊ ഈ നീല മണ്ണെണ്ണ വന്നപ്പോ മണ്ണെണ്ണന്റെ ലോറി വന്നിട്ട് ലോഡ് ഇറക്കുമ്പോ ആ ലോറി ഡ്രൈവർ എടുത്തുണ്ടാവും ഒരു മരുന്ന്, അത് ചെറിയ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഈ മണ്ണെണ്ണയ്ക്ക് ഇട്ടാൽ അതിത്തെ നീല കളർ പോകും, അപ്പൊ കരിഞ്ചന്തയിൽ വിൽക്കാം എന്ന മാതിരി കള്ളുടിച്ചാല് പണ്ട് വാസന ഉണ്ട്, ഇപ്പൊ വാസനിക്കാതിരിക്കാൻ വേണ്ടി പുതിയ ലഹരി പദാർത്ഥങ്ങളുടെ കൂടെ വായലിടാൻ പറ്റിയ നല്ല ഒന്നാന്തരം പാക്ക് കിട്ടും. ഊതിന്റെ ഒക്കെ വാസനയുള്ള പാക്കൈക്കാരം മദ്യപിച്ച് ഇങ്ങനെ വരുമ്പോ ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരിക എന്നാ തോന്നുക. അങ്ങനെയാണ്. പഴയ അടയാളമൊന്നും പറ്റൂല, പുതിയ അടയാളങ്ങളെ നോക്കണം. ലഹരി ഞാൻ പറഞ്ഞത് ഒരു പ്രാവശ്യം, അന്ന് മുമ്പൊന്നും ഒരു പ്രാവശ്യം കുടിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാവില്ല. ഇന്ന് സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളാണ്, കെമിക്കലുകളാണ്. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാവും, പിന്നെ അവനത് ഒഴിവാക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഒരു തവണ കമ്പനിക്ക് വേണ്ടി, ടേസ്റ്റ് അറിയാൻ വേണ്ടി, രസത്തിന് വേണ്ടി ഒറ്റ തവണ ഉപയോഗിച്ചാൽ തന്നെ ഇന്ന് അഡിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തമാശക്ക് പോലും ഉപയോഗിക്കരുത്, കമ്പനിക്ക് പോലും ഉപയോഗിക്കരുത്, രുചി അറിയാൻ വേണ്ടി എന്താ സംഭവിക്കാൻ നോക്കാൻ വേണ്ടി പോലും ഉപയോഗിക്കരുത്, അഡിക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് മാതാപിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം. നാട്ടുകാർ, അയൽവാസികൾ, മഹല്ല് നേതൃത്വം, മദ്രസ നേതൃത്വം, ഉസ്താദുമാര് എല്ലാവരും ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? മൂന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അടയാളങ്ങളെ ശ്രദ്ധിക്കണം. ലഹരിക്ക് അടയാളം ഉണ്ടാവും, എല്ലാ കാര്യത്തിനും അടയാളം ഉണ്ടാവും. നല്ലതിനും അടയാളമുണ്ട്, ആകാത്തതിനും അടയാളമുണ്ട്. നിസ്കരിക്കണവനെ മുഖത്ത് നോക്കി അറിയാലോ നിസ്കരിച്ച ആളാണ്. നോലമ്പ് വെൽക്കുന്ന ആളെ മുഖത്ത് നോക്കി അറിയും, നോലമ്പ് വെൽക്കുന്ന ആളാ. അദ്ദാതേലുണ്ടവന്റെ മുഖത്ത് നോക്കി അറിയും, അദ്ദാതേലുന്ന ആളാണ്. എല്ലാത്തിനും അടയാളം ഉണ്ടാവും. ഉമ്മാനോട് ദേഷ്യമുള്ളവന്റെ കയ്യമ്മക്ക് നോക്കി അറിയും, നഖം മുറിച്ചിട്ടുണ്ടാവില്ല. എല്ലാറ്റിനും അടയാളമുണ്ട്. ദുന്യാവിലും അടയാളമുണ്ട്, ആഖിറത്തിലും അടയാളമുണ്ട്. ബാങ്ക് കൊടുക്കുന്നവൻ നാളെ മശ്റയിൽ വരുമ്പോ തല ഉയരത്തിൽ കാണപ്പെടും എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളെ മശ്റയിൽ വരുമ്പോ തല ഉയരത്തിൽ കാണപ്പെടും. ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമത്തി ഉറം മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ. എന്റെ ഉമ്മത്ത് നാളെ ഖിയാമത്ത് നാളില് മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നവർ എന്ന് വിളിക്കപ്പെടും. ഒളു ഉണ്ടാക്കിയ കാരണത്താൽ. ഒളു ഉണ്ടാക്കുന്ന ഒരു അടയാളം ഉണ്ടാവും. മദ്യപാനി നാളെ മശ്റയിൽ വരുമ്പോ അവന്റെ കഴുത്തിൽ ഒരു പാത്രം തൂക്കിയിടുമെന്നും അതിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വരുമെന്നും, വ്യഭിചാരി നാളെ മശ്റയിൽ വരുമ്പോ ഗുഹ്യത്തിലൂടെ ഒരു ചലം ഒലിച്ചു കൊണ്ടിരിക്കുമെന്നും, കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് അതിന്റെ ദുർഗന്ധമുണ്ടാകുമെന്നും, നരകത്തിൽ അവന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ അവനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുമെന്നുമാണ്. നരകത്തിൽ അവന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആളെ ആക്ഷേപിക്കും. അതുകൊണ്ട് എല്ലാവർക്കും അടയാളം